ഹായ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിലേക്ക് സ്വാഗതം. വെൽക്കം ടു മല്ലു സോളോ ട്രിപ്പർ. മട്ടാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട 3-4 സ്ഥലങ്ങൾ ഷൂട്ട് ചെയ്ത് ഈ സ്ഥലങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ എപ്പിസോഡ് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന സ്ഥലം ഷൂട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നിയത് മറ്റ് സ്ഥലങ്ങളുമായി കമ്പൈൻ ചെയ്ത് കാണിക്കേണ്ട ഒരു സ്ഥലമല്ല ഇത്. ഇവിടം സംതിങ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സ്ഥലത്തിന്. കൊച്ചി കാണാൻ വരുന്ന ഭൂരിഭാഗം ആളുകളും ഈ ഒരു സ്ഥലം സന്ദർശിക്കും, പ്രത്യേകിച്ച് വിദേശികളായ ആളുകൾ. വിദേശികൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കാര്യമായി ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെയും വഴിയോര കച്ചവടം വളരെ സജീവമാണ്. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് പഴയ നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളും കാണാൻ പറ്റും. പഴമയിൽ പൊതിഞ്ഞ ഒരു സൗന്ദര്യം ഈ ബിൽഡിങ്ങുകൾക്കൊക്കെ ഉണ്ട്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കൊച്ചിയിലെ നമ്മുടെ സ്വന്തം ജൂ ടൗണിനെ കുറിച്ചാണ്. നല്ല ഗംഭീര മഴയാണ്. പക്ഷേ ഈ മഴയിലും ഒന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എന്തിന് ഇവിടെ ആളുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നു എന്നുള്ളതിനുള്ള ഉത്തരമാണ് പരദേശി സിനഗോഗ്. 1568 ഈ സിനഗോഗിൻ്റെ നിർമ്മാണം നടക്കുന്നത്. കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും സജീവവുമായ സിനഗോഗാണ് കൊച്ചിയിലെ പരദേശി സിനഗോഗ്. 10 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വലതുഭാഗത്തായിട്ടൊരു പെയിൻറ്റിംഗ് ഹാൾ കാണാൻ പറ്റും. അവിടെ കൊച്ചി രാജാവും അതുപോലെ ജൂതന്മാരും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പല പെയിൻറ്റിങ്ങുകളും നമുക്ക് കാണാൻ പറ്റും. പിന്നെ പഴയ കാലത്ത് നടന്ന ചില പ്രധാന സംഭവങ്ങളും ചിത്രങ്ങളിൽ വരച്ചു കാണിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂരും കൊച്ചിയിലുമായാണ് കേരളത്തിലെ ജൂത സമൂഹം കൂടുതലും താമസിച്ചിരുന്നത്. പിന്നീട് ഇസ്രായേൽ രൂപീകരണത്തിന് ശേഷം അവരിൽ പലരും പലപ്പോഴായി ഇസ്രായേലിലേക്ക് കുടിയേറി. വെറുതെ ഒരു കൗതുകത്തിന് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വെറും 26 ജൂതന്മാർ മാത്രമാണ് ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. അവർ ലൊക്കേറ്റ് ചെയ്യുന്നത് കൊച്ചി, കോട്ടയം, തിരുവല്ല എന്നിവിടങ്ങളിലായിട്ടാണ്. ജെറുസലേമിലെ റോമൻ ആക്രമണത്തെ തുടർന്നാണ് കേരളത്തിലേക്ക് യഹൂദന്മാർ കുടിയേറിയതെന്ന് ഒരു വിശ്വാസം. മറിച്ച് സോളമൻ രാജാവിൻ്റെ കാലത്ത് കച്ചവട ബന്ധത്തിനായി കേരളത്തിലേക്ക് വന്നതാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു സിദ്ധാന്തവുമുണ്ട്. ഇനി എന്തു തന്നെയായാലും 450 വർഷം പഴക്കമുണ്ട് ഇവിടുത്തെ ഈ സിനഗോഗിന്. 2018 സിനഗോഗിൻ്റെ 450ാം ആനിവേഴ്സറി ആഘോഷത്തിന് വിശ്വാസികൾ ഒത്തുചേർന്ന ഒരു ഫോട്ടോയാണിത്. ഇനി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള എല്ലാ പെയിൻറ്റിങ്ങുകൾക്കും മുകളിലും താഴെയുമായിട്ട് എന്താണ് ആ ചിത്രത്തിൽ വരച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വിവരണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചതിന് ശേഷം ഈ പെയിൻറ്റിങ്ങിലേക്ക് നോക്കുമ്പോൾ സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. കൊടുങ്ങല്ലൂരിൽ ജൂതന്മാർ വന്നത് 72 CE ഈ പരദേശി സിനഗോഗ് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഈ പരദേശി എന്നുള്ളത്. പരദേശി എന്നാൽ വിദേശികൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നമ്മൾക്ക് പരദേശി സിനഗോഗ് കാണാം. ഈ സിനഗോഗ് വിനോദസഞ്ചാരികൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നത് സത്യമാണ്. എന്നാലും ഇതൊരു ദേവാലയമാണ്. പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇവിടെ എഴുതിപ്പോലും വെച്ചിട്ടുണ്ട്, സിനഗോഗിനുള്ളിൽ നിശബ്ദത പാലിക്കുക, അതുപോലെ പാദരക്ഷകൾ പുറത്തിടുക എന്നൊക്കെ. ഇവിടം പരിപാലിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയൊന്ന് മാറിയാൽ ചിലർ ഈ മര്യാദകളൊക്കെ മനഃപൂർവ്വം അങ്ങ് മറക്കും. അതൊരു കഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വലതുവശത്തെ ബെഞ്ചിലിരിക്കുന്ന വ്യക്തിയാണ് ഈ പള്ളി പരിപാലിക്കുന്നതിൽ പ്രധാനി.
ഇവിടെയുള്ള ഓരോ വസ്തുക്കൾക്കും നൂറ്റാണ്ടുകൾ പഴക്കവും അതുപോലെ തന്നെ വളരെ മൂല്യം കൽപ്പിക്കുന്ന വസ്തുക്കളുമാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക ഈ മുകളിൽ തൂക്കിയിട്ടിട്ടുള്ള ഭംഗിയുള്ള വിവിധതരം വിളക്കുകളാണ്. ബെൽജിയം, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നാണ് വിളക്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. വിളക്കുകളിൽ ചിലത് മെഴുകുതിരിയിൽ പ്രവർത്തിക്കുന്നതും ചിലത് ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിക്കുന്നതുമാണ്. മുകളിൽ മാത്രമല്ല, താഴെ വിരിച്ച ടൈലുകൾക്കും ചില പ്രത്യേകതകളുണ്ട്. കൈകൊണ്ട് വരച്ച ചൈനീസ് നിർമ്മിതിയാണ് ഈ ടൈലുകൾ എല്ലാം. ഹീബ്രു ഭാഷയിൽ ഈ എഴുതിയിരിക്കുന്നത് ജൂതവിശ്വാസപ്രകാരം ദൈവം കൊടുത്ത 10 കൽപ്പനകളാണ്. വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഇവിടെ പ്രാർത്ഥനകൾ നടക്കാറുണ്ട്. ഇസ്രായേലിൽ നിന്നും ഓരോ വർഷവും നിയോഗിക്കുന്ന റബ്ബിമാരാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ച ദിവസം റബ്ബി പ്രാർത്ഥന നിർവഹിക്കുന്നത് ഈ പ്രസംഗപീഠത്തിൽ നിന്നിട്ടാണ്. കൊച്ചിയിൽ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ ശ്രമിക്കണം. ജൂ ടൗൺ പരദേശി സിനഗോഗ്. ഹായ്, കൊച്ചി പരദേശി സിനഗോഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.